ഞാനേ പോത്തൂട്ടന്മാരെ തീറ്റിക്കാൻ വന്നായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാണ്ട് പോയൊരു സാധനം. ഇതല്ല, ഈ കളറിലൊരു പൂവായിരുന്നു കേട്ടോ. എൻ്റെ ആങ്ങളയുടെ കല്യാണത്തിന് ഞങ്ങൾ ഇതുപോലത്തെ പൂ വെച്ചിട്ടൊരു ബൊക്കെയൊക്കെ ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് കളർ പൂ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളൊരു വെള്ള കളറിലെ റോസ് പൂവൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഇത് വെച്ചിട്ടൊരു ബൊക്കെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നേ. ഇതെന്താണെന്നറിയാമോ? ഇതാണ് നമ്മുടെ പൂവാങ്കുരുന്നലോ, അങ്ങനെ ഒരു ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് പൂവാങ്കുരുന്തൽ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നല്ല രസമില്ലേ കാണാൻ. എന്നിട്ട് ഒരു ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ള കളറിലെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഇങ്ങനെ തലയിൽ കല്യാണ പെണ്ണുങ്ങളൊക്കെ വെക്കുമല്ലോ. അപ്പോൾ ഇത് കണ്ടോ, അത് ഈ കളർ വെക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. കാരണം പെണ്ണിൻ്റെ കളറ്, സാരിയുടെ കളറ് ഈ ഒരു കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല പൂവ്. പിന്നെ വെള്ളം വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് വെച്ചൊരു ബൊക്കെ ഉണ്ടാക്കിയാലെന്ന് ഞാൻ ആലോചിക്കുവാണേ. കാണിക്കാവേ ബൊക്കെ ഉണ്ടാക്കിയിട്ടേ. നല്ലതാണെങ്കിൽ കമൻറ്റ് ഇടണേ. അപ്പോൾ ഇത് നമ്മുടെ ഈ കാട്ടുചെടികളൊക്കെ നിസ്സാരമാണെന്ന് കരുതുന്നുണ്ട് കേട്ടോ. ഇത് കാട്ടുചെടി എന്ന് പറയാൻ പറ്റില്ല, കാട്ടിൽ വളർന്നതാണെങ്കിലും നല്ല ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് ഇത്. പിന്നെ ഞാൻ വേറൊരു പൂവും കൂടെ എടുക്കുന്നുണ്ട്, കാണിക്കാവേ. അതേതാണ് വേണ്ട, ഇത് നമ്മുടെ ആടൊക്കെ തിന്നുന്നൊരു പൂവാണേ. ഇത് നല്ല രസമില്ല. ഈ ഒരു കളറിലെ പൂവായിരുന്നു കേട്ടോ ഞങ്ങൾ എന്നിട്ട് തലയിൽ വെച്ചത്. അപ്പോൾ ഇതും വെച്ചിട്ട് ഞാനൊരു ബൊക്കെ ഉണ്ടാക്കി നോക്കാവേ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമ്മുടെ പോത്തൂട്ടന് കൊടുക്കാം. ഇതൊരു വള്ളിപ്പയർ കണക്ക് തന്നെ. ഈ ആടിനൊക്കെ ഒരുപാട് ഇഷ്ടങ്ങളാണ്. നമ്മുടെ പിങ്കിക്ക് ഇത് ഇഷ്ടം പോലെ തിന്നും കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ. നമുക്ക് ബൊക്കെ ഉണ്ടാക്കി നോക്കാവേ. അപ്പോൾ ഞാൻ ആദ്യമേ നമ്മുടെ ഈ കുറുന്തലോ അങ്ങനെയല്ലേ പേര്, അതെടുക്കുവാണേ. അപ്പം അത് ഞാൻ ഇതേണ്ട ഇങ്ങനെ എടുത്ത് ഒരുമിച്ച് വെച്ചു. പിന്നെ ഇത് നമ്മുടെ തേങ്ങാപ്പച്ചയെന്ന് പറഞ്ഞിട്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്ലേറ്റ് മായ്ക്കാൻ കൊണ്ടുവത്തില്ലായിരുന്നു. പണ്ടുള്ള പിള്ളേർക്കൊക്കെ അറിയാം കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇതെല്ലാം ചാടിപ്പോയി. അത് വെക്കുവാണേ. അത് വെച്ചു. പിന്നെ വെക്കുന്ന ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ കാട്ടിലൊക്കെ നിൽക്കുന്ന ഒരു കാട്ടുചെടി കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെടി വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവിടെ ഒരു നേഴ്സറി ഇരിക്കുന്നുണ്ട്. 50 രൂപയോ 100 രൂപ എങ്ങാണ്ട് അതിന് വില പറഞ്ഞവരെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞേച്ചാൽ മതി കേട്ടോ. വീട്ടിൽ വെക്കാനൊക്കെ നല്ലതാണ്. ഈ ഫ്ലാറ്റിലൊക്കെ നല്ല രസമാണ്. അങ്ങനെ നമ്മുടെ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, നല്ല രസമില്ലേ കാണാൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, കൊള്ളാമെങ്കിലേ.